ശ്രുതി അങ്ങനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവാണ്. നേരെ പോണത് അവളുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഓടിച്ചെന്ന് അമ്മയുടെ മടിയിലേക്ക് വീണ് കരയാണ്. മോളെ ശ്രുതി, എന്താ പറ്റിയത്? നീ എന്തിനാ കരയുന്നേ? അമ്മേ, അമ്മ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എല്ലാം അവരെ തിരിച്ചറിഞ്ഞു എന്ന് പറയാണ്. എൻ്റെ ഈശ്വര, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ജാതകവശാൽ നിനക്കിപ്പോൾ കണ്ടകശനിയാ. ആ ഒരു ജോത്സ്യൻ പറഞ്ഞാലേ അത് അച്ചേട്ടാ, ഒരു മാറ്റവും ഇല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്താ മോളെ, എന്താ സംഭവിച്ചത്? അവർ സത്യങ്ങളെല്ലാം അറിഞ്ഞ് നിന്നെ അടിച്ചിറക്കി വിടുന്നത് പോലെയാ ഞാൻ സ്വപ്നം കണ്ടത്. എന്താ മോളെ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അമ്മേ, അവിടുത്തെ അച്ഛൻ്റെ പണം, അങ്കിളുടെ പണം 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തിരികെ കിട്ടിയിരുന്നു. അത് വീട്ടുകാരറിയാതെയാണ് ഞങ്ങൾ ഷോറൂം തുടങ്ങിയത്. ആ സംഭവം സച്ചി കണ്ടുപിടിച്ചു. അത് വീട്ടിൽ പറഞ്ഞു. എൻ്റെ അമ്മായിമ്മ എന്നെ ഒരുപാട് തല്ലി. അയ്യോ മോളെ, നോക്കട്ടെ, ഇത് കവിളിലും ദേഹത്തും ഒക്കെ തല്ലിയല്ലോ. അതേ അമ്മേ, എന്നെ ഒരുപാട് തല്ലി എന്നെ ആക്ഷേപിച്ചു. അത് മാത്രമല്ല, ഇനി ശ്രുതിയുമായിട്ട് മിണ്ടില്ലെന്ന് വിലക്കുകയും ചെയ്തു. ഇപ്പം അവിടെ ആരും എന്നോട് മിണ്ടാറ് കൂടിയില്ല അമ്മേ. എന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടും എൻ്റെ ഭർത്താവോ ആ വീട്ടിലുള്ള ഒരാൾ പോലും ഒന്ന് അനങ്ങി പോലും ഇല്ല. ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല അമ്മേ. എനിക്ക് കണ്ടിട്ട് സങ്കടം സഹിക്കാൻ വയ്യ. എൻ്റെ കവളൊക്കെ കണ്ടോ, ശരിയാക്കി കണ്ടോ, എന്നെ ഒരുപാട് തല്ലി എന്ന് പറയാണ്. എൻ്റെ മോളെ, നീ ചെയ്തത് തെറ്റല്ലേ? അദ്ദേഹം അത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ? അത് കിട്ടിയ ഉടനെ അത് തിരികെ അദ്ദേഹത്തിന് ഏൽപ്പിക്കണ്ടേ? നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മറ്റാരെങ്കിലും കൊണ്ടുപോയി നിനക്കത് സഹിക്കാനാവോ? അതുപോലെ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അദ്ദേഹം ചെയ്തതിൽ ഒരു തെറ്റും പറയാനില്ല. ഓഹോ, അമ്മയപ്പോ അങ്ങനെയാണോ പറഞ്ഞത്? മോളെ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അത് നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കണമായിരുന്നു. അറിയിച്ചതിന് ശേഷം അത് ചോദിച്ചിട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതുകൊണ്ടാ ഞങ്ങൾക്കിപ്പോൾ ഒരു ഷോറൂമും എല്ലാം ഉണ്ടായത്. ആ സുധി എന്ന് പറഞ്ഞ പൊട്ടനെ കൊണ്ട്, അല്ലാതെ എന്തിനെ കൊണ്ട് പറ്റുമായിരുന്നു? ഇതൊക്കെ പറഞ്ഞതിനാ എൻ്റെ അമ്മായിമ്മ എന്നെ കുറേ തല്ലിയത്. സാരില്ല, മോളൊക്കെ അറിയാതെ. പിന്നെ മോൾ ഇവിടെ ഇപ്പോൾ വരുന്നത് ശരിയല്ല. മോള് തിരിച്ച് വീട്ടിലേക്ക് പോകും. അമ്മ എന്താ ഇങ്ങനെ പറഞ്ഞ് വീട്ടിലേക്ക് പോവാൻ? മോളെ, നിന്നെ ഇപ്പോൾ അവിടുന്ന് ഇറക്കി വിട്ടതുപോലെ ആയില്ലേ? നീ ഇനി തിരികെ ചെന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നിന്നെ സ്വീകരിക്കില്ല. നിന്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ സച്ചിൻ രേവതിയും കൂടി ചെകഞ്ഞെടുത്താൽ പിന്നെ അതും കൂടെ ആയി. അതുകൊണ്ട് മോളെ പൊയ്ക്കോ. ഓഹോ, ഞാനപ്പോൾ ഇവിടുന്ന് പോകണമല്ലേ? അതെ, ഞാൻ പൊയ്ക്കോളാം. മോളെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. മോളൊന്ന് മനസ്സിലാക്ക്. മോൾ ഇവിടെ നിൽക്കുമ്പോൾ അത് മോക്ക് തന്നെയാ ദോഷം. അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മോൾക്ക് അറിയില്ലല്ലോ. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തും പിരികയറ്റിയും മോളെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചാലോ? അതുകൊണ്ട് എൻ്റെ മോള് പൊയ്ക്കോ എന്ന് പറയാണ്. അങ്ങനെ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ശ്രുതി എഴുന്നേക്കാണ്. ശ്രുതി നേരെ പോണത് മീര അടുത്തേക്കാണ് കേട്ടോ. അവിടെ പോയിരുന്നു ഭയങ്കര കരച്ചിലാണ്. മീര പറയാണ്, അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമെന്ന്. എൻ്റെ പൊന്നു ശ്രുതി, ഇനി അറിയാനുള്ളത് നിന്റെ പഴയ കല്യാണ കേസും നിന്റെ മോൻ്റെ കാര്യമൊക്കെയാ. അതറിയുമ്പോൾ അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ, പേടിയാവുന്നു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ മീരെ, അതൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല അവിടെയെന്ന്. ഈ പൈസയുടെ കാര്യത്തിൽ തന്നെ ഞാൻ പറ്റിച്ചെന്ന് പറഞ്ഞ് എൻ്റെ അമ്മായിമ്മ എന്നെ എന്തോരം തല്ലിന്നറിയോ? അതേ സമയത്ത് ഞാനെങ്ങാണം ഒന്ന് പെറ്റതാണെന്നറിഞ്ഞാൽ എൻ്റെ അമ്മായിമ്മ എന്നെ അപ്പോഴേക്കൊന്ന് കുഴിച്ചു മൂടും. എനിക്ക് കിട്ടിയ ലൈഫ് ഇല്ലാതാവും. നിനക്കറിയാലോ, തീരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതാണ് ഞാൻ. അതിനുശേഷം അയാൾ മരിച്ചും പോയി. ഇത്രയും വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടിയൊരു ഭാഗ്യ ആ ഒരു വീടും ആ ഭർത്താവും ഒക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാം. ഇതെല്ലാം നശിച്ചു പോകും. എനിക്കത് സഹിക്കാനാവില്ല. എനിക്ക് പറ്റില്ലൊന്ന് നശിപ്പിക്കാൻ എന്ന് പറയുന്നുണ്ട്. മീര പറയാണ്, നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതല്ല സേഫ്. നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ല്, ചന്ദ്രലോകത്തിലേക്ക്. നീ ഇപ്പോൾ അവിടെ വേണം. അല്ലെങ്കിൽ സച്ചിയും രേവതിയും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിപ്പിച്ച് അവിടുന്ന് നിന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും ഉചിതം എന്ന് പറയാണ്. നീയും അങ്ങനെ തന്നെ പറയാണോ? എൻ്റെ അമ്മയും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് തെറ്റല്ല ശ്രുതി, നീ മനസ്സിലാക്ക്. നിന്നെ ഇപ്പോൾ അവിടെ ആവശ്യമുണ്ട്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നീ അറിയണം. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നീ ഒഴിവായി പോകേണ്ടി വരും. നിന്റെ അച്ഛൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ തന്നെ സച്ചിക്ക് നല്ല സംശയമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കൂടി സംഭവിച്ചെന്നറിയുമ്പോൾ സച്ചി ഒന്നുകൂടി അന്വേഷിക്കാൻ ഇറങ്ങിയാൽ എല്ലാം അവസാനിക്കും. അതിനെ തടയിടാനായിട്ട് നീ അവിടെ വേണം എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് വീട്ടിൽ നിന്നുകൊണ്ട് ശ്രുതി പോയിട്ട് ഇത്ര നേരമായിന്ന് ചന്ദ്രയോട് ശ്രുതി പോയി പറയാണ്. അതിനിപ്പോൾ എന്താടാ, അവൾ പോയെങ്കിൽ തിരികെ വരാനും അവൾക്കറിയാം. അല്ല, അവളുടെ ബാഗും തുണിയും ഒക്കെ ആയിട്ടാണോ പോയത്? അല്ലമ്മേ, അതൊന്നും കൊണ്ടുപോയിട്ടില്ല. എങ്കിലേ അവൾ ഇങ്ങോട്ട് തന്നെ വന്നോളും. അവളെ പോയി അങ്ങോട്ട് പോയി വിളിച്ച് ആനയിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മേ, ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വേണ്ട, അവളെ വിളിക്കണ്ട. മിണ്ടിപ്പോകരുത് നീ. അവളോട് ഞാൻ പറയാതെ ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. നീയും അവളുടെ കൂടെ കൂടി എന്നെ ചതിച്ചതല്ലേടാ.
അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതാ വീട്ടിൽ പറയാന്ന്. അവളാ പറഞ്ഞത് വീട്ടിൽ പറയണ്ട, നമുക്കൊരു ഷോറൂം തുടങ്ങാം, ഇത് വീതം വെച്ചാല് ഒന്നും കിട്ടില്ലെന്നൊക്കെ പറഞ്ഞത് അവളാ. ഇതും കേട്ടുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവള് പറഞ്ഞെങ്കില് നീ അത് അപ്പടി അനുസരിക്കുകയാണോ ചെയ്യേണ്ടത്? നീ വന്ന് പറയണ്ടേ? നിന്റെ മാതാപിതാക്കളല്ലേ ഞങ്ങള്. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയെന്ന് നിനക്കറിയാലോ. തിരികെ കിട്ടുമ്പോ അത് ആദ്യം കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്? നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ പിന്നെ ചെയ്തു തരില്ലേ എന്ന് ചോദിക്കാണ്. അച്ഛാ, അപ്പോഴത്തെ സാഹചര്യത്തില് അവൾ അങ്ങനെ പറഞ്ഞപ്പോ അതാണ് ശരിയെന്ന് എനിക്കും തോന്നി. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചന്ദ്രേ. നീ ശ്രുതിയെ മാത്രം തെറ്റുകാരിയാക്കിയതും അവളെ മാത്രം ഉപദ്രവിച്ചതും ഒട്ടും ശരിയായില്ല. നിന്റെ മകൻ ശ്രുതിയും തെറ്റ് ചെയ്തു, അവനും മറച്ചു വെച്ചു. അവളും ഇവനും ചെയ്തത് ഒരേ തെറ്റാണ്. എന്നിട്ട് നീ അവൾക്ക് മാത്രം ശിക്ഷ നൽകി. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. രവിയേട്ടാ, എന്റെ മോൻ പാവവാ. അവൾ അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. പിന്നെ ഞാനെന്തിനാ എന്റെ മകനെ തല്ലുന്നത്? ഇതാ നിന്റെ കുഴപ്പം. എന്തൊക്കെ സംഭവിച്ചാലും ശ്രുതിയെ മാത്രം നീ വിട്ടുകൊടുക്കില്ല. ബാക്കി രണ്ടു മക്കളെയും വേണമെങ്കിൽ നീ വിട്ടുകൊടുക്കും, മരുമക്കളെയും വിട്ടുകൊടുക്കും. പക്ഷെ ഇവനെ മാത്രം നീ വിട്ടുകൊടുക്കില്ല. നീ ഒറ്റയൊരുത്തിയാണ് ഇവനിങ്ങനെ വളം വെച്ച് പോകാൻ കാരണം. ഇവൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും നീയാണെങ്കിലോ അവനെ ക്ഷമിക്കും. അവനെ വീണ്ടും വീണ്ടും പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അത് തന്നെയാ നിന്റെ മോന്റെ പ്രശ്നവും. സച്ചി എന്ത് തെറ്റ് ചെയ്താലും നീ അത് വലിയ കാര്യമാക്കും. പക്ഷേ ഇവൻ ചെയ്തത് കൂടി നീ അവന്റെ തലയിലിടാൻ ഒരിക്കലും മറക്കാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാണ്. ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, കേട്ടോടാ കേട്ടോ, നിനക്ക് സമാധാനമായില്ലേ? എല്ലാരും കൂടി എന്നെ പറഞ്ഞത് നീ കേട്ടില്ലേ? ഇനി ആ പൂക്കാര്യം കൂടി പറയാൻ ബാക്കിയുള്ളൂ. ഭാര്യയും ഭർത്താവും കൂടി എന്നെ ശരിക്കും പറ്റിച്ചില്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെ ഹാളിൽ ഇരുന്നുകൊണ്ട് സച്ചിയും രേവതിയും വർഷയെ കൂടി സംസാരിക്കാണ്. ഹാളിലല്ല, അടുക്കളയിൽ ഇരുന്നുകൊണ്ട്. എങ്കിലും ആ നീലിമ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ശ്രുതി ഒരു മണ്ടനാണെന്ന്. അത് തന്നെയാ ശ്രുതിയും പറഞ്ഞത്. സത്യവാ ശ്രുതി പറഞ്ഞത്. അന്ന് ആ ഷോറൂം തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ പാർക്കിലെല്ലാം കിടന്നുറങ്ങത്തേ ഉള്ളായിരുന്നു ശ്രുതി. അവള് പറഞ്ഞതും ശരിയാണ് എന്ന് വർഷയും രേവതിയൊക്കെ കൂടി പറയുന്നത് മാറിന്നുകൊണ്ട് ശ്രുതി കേൾക്കാണ്. ശ്രുതിയുടെ മനസ്സിന് വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. തന്റെ ഭാര്യ തന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നും കരുതിയിട്ട്. ഇതേ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ ചന്ദ്ര മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അവൾ ആ മുറിയിലേക്ക് കയറുമ്പം പിന്നാലെ തന്നെ ശ്രുതി പോകുമ്പം നീ എങ്ങോട്ടാടാ പോകുന്നത് എന്ന് ചോദിക്കാണ്. അമ്മേ, ശ്രുതി വന്നു എന്ന് പറയുമ്പം അവൾ വന്നോട്ടെ, പക്ഷെ ആ മുറിയിലേക്ക് പോലും നീ കയറാൻ പാടില്ല. മര്യാദക്ക് നീ എന്റെ മുറിയിലേക്ക് പോ എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കാണ്. ഇത് കണ്ടുകൊണ്ട് സച്ചി രേവതിയോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിയല്ലല്ലോ രേവതി. ഭാര്യയും ഭർത്താവിനെയും ഒന്നും മിണ്ടാൻ പോലും സമ്മതിക്കാതെ അമ്മ മാറ്റി നിർത്തുകയാണല്ലോ. ആ പൊട്ടൻ അതും കേട്ട് മിണ്ടാതെ പോവാ. അവന്റെ ഭാര്യയല്ലേ അത്. അവനും തെറ്റ് ചെയ്തല്ലോ, പിന്നെതിനാ അവൾക്ക് മാത്രം ഈ ശിക്ഷ എന്ന് ചോദിക്കാണ്. എന്റെ പൊന്ന് സച്ചേട്ടാ, നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട. അമ്മയുടെ സ്വഭാവമല്ലേ, അങ്ങനെയൊക്കെ പലതും കാണും. സുധിയേട്ടനല്ലെങ്കിലും പണ്ടേ എന്ത് ചെയ്താലും അമ്മയ്ക്കൊരു കുഴപ്പമില്ലല്ലോ. സച്ചേട്ടനോ ഞാനോ ഒക്കെ ചെയ്താലല്ലേ ഈ വീട്ടിലെ പ്രശ്നമുള്ളൂ. അത് നീ പറഞ്ഞത് ശരിയാ. അമ്മയ്ക്ക് പണ്ടേ എങ്ങനാ, ആരെന്ത് ചെയ്താലും സുധി മാത്രം നന്നാവണം, അമ്മയ്ക്ക് അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. രേവതി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വെച്ചിട്ട് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരാണ്. ശ്രുതി അങ്ങോട്ടേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്കും എങ്ങോട്ടാണ് ഇരിക്കുന്നത്, മര്യാദയ്ക്ക് എഴുന്നേക്കടി എന്ന് പറയാണ്. ഇത് കേട്ട് വിഷമിച്ചുകൊണ്ട് ശ്രുതി എഴുന്നേൽക്കുമ്പം എന്താ അമ്മ ഈ പറയുന്നേ? ഭക്ഷണത്തിന് മുമ്പ് ഇരുന്നുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശ്രുതി നീ അവിടെ ഇരിക്കുക എന്ന് രേവതി പറയുമ്പം നീ ആരടി പറയാനായിട്ട്? നീ വീട്ടിലെ വേലക്കാരി മാത്രമാണ്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എഴുന്നേറ്റ് മര്യാദയ്ക്ക് പോടി എന്ന് പറയാണ്. കരഞ്ഞുകൊണ്ട് ശ്രുതി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അമ്മേ, ഇത് കുറച്ച് കഷ്ടാ. അവള് പാവമല്ലേ, അവളെ കഴിക്കട്ടെ എന്ന് ശ്രുതി പറയുമ്പോൾ മിണ്ടി പോകരുന്നീ. വരുന്ന ദേഷ്യത്തിന് ഈ കറിയെല്ലാം കൂടെ എടുത്ത് നിന്റെ തലയെ കൂടി ഞാൻ ഊറ്റിവിടും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന നിനക്ക് നല്ലത് എന്ന് പറയാൻ കേട്ടോ. രാത്രിയില് കിടക്കാനായിട്ട് ശ്രുതിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ട് ചന്ദ്ര ശ്രുതിയെ വിളിക്കാണ്. അല്ല, നീ എങ്ങോട്ടായി പോണേ? അല്ലമ്മേ, കിടക്കാനായിട്ട്. വേണ്ട, നീ ഇനി ആ മുറിയിലേക്ക് കയറി പോവരുത്, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അമ്മേ, ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നീ നേരെ ഓഫീസിലേക്ക് പോയിക്കോ. അല്ലമ്മേ, ഇപ്പൊ അവിടെ പോയിട്ട് എന്തെടുക്കാനാ? ലോഡ് വരുന്നുണ്ട് എന്ന് അവളോട് പറഞ്ഞാൽ മതി. ഞാൻ പറയാതെ നീ അവളെ വിളിച്ചു പോകരുത്. അവളിങ്ങോട്ട് വിളിക്കായിരിക്കും, അപ്പൊ നീ ഫോൺ എടുക്കണ്ട. മനസ്സിലായല്ലോ പറഞ്ഞത് എന്ന് ചോദിക്കാണ്. ശരി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് ശ്രുതി നേരെ അവന്റെ ഓഫീസിലേക്ക് പോവാണ്. ഈ സമയത്ത് ഇവനെ കാണാതെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ലാസ്റ്റ് ഫോൺ വിളിക്കുമ്പം ശ്രുതി എടുക്കുന്നുമില്ല കേട്ടോ.
അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ച് സുധിരയിൽ ഫോൺ കൊടുക്കാൻ പറയുമ്പം അവർ കൊണ്ടുവന്ന് ഫോൺ കൊടുക്കാണ്. ഈ സമയത്ത് ശ്രുതി ചോദിക്കാണ്, എന്താ ശ്രുതി ഇത്, നീ എന്താ ഫോൺ എടുക്കാത്തെ? അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെ നീ കുടുക്കി കൊടുത്തില്ലേ? നീ രക്ഷപ്പെട്ടില്ലേ? കുറ്റമെല്ലാം എന്റെ തലയിലാക്കിയില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോ ശ്രുതി പറയാണ്, നീ കൂടുതലൊന്നും പറയണ്ട, എല്ലാവരും മുമ്പിൽ വെച്ച് എന്നെ നീ ഒരു കഴിവട്ടവനാക്കിയില്ലേ, ഒന്നിനും കൊള്ളാത്തവനാക്കിയില്ലേ, പിന്നെ നീ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിക്കാണ്. നീ എന്താ വീട്ടിലേക്ക് വരാത്തത്? എനിക്കിന്നിവിടെ ലോഡ് ഇറക്കാനുണ്ട്. ശരി, ഞാൻ തിരക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കിട്ടാക്കിയിട്ട് ഇനി വിളിക്കുകയാണെങ്കിൽ എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതിക്ക് വല്ല സങ്കടമാകുന്നുണ്ട്. ശ്രുതി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അതിനുശേഷം പോയിട്ട് രവീന്ദ്രനെ കാണുന്നുണ്ട്. അച്ഛാ, സോറി അങ്കിളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചെയ്തത് തെറ്റായി പോയി. പക്ഷേ ശ്രുതിയുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോഴും ഏതെങ്കിലും പാർക്കിലൊക്കെ കിടന്ന് ഉറങ്ങിയാനേ. അങ്കിളിന് കാര്യങ്ങളെല്ലാം അറിയാലോ. ശ്രുതി ഒരു ജോലിക്കും പോവില്ല. ഇത്രയൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ശ്രുതിക്ക് വേണ്ടി. എന്നിട്ടിപ്പോ ആരും ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു. ശ്രുതി പോലും എന്നെ കൈയൊഴിഞ്ഞു എന്ന് പറയാണ്. മോളെ, എനിക്കിതില് ഒന്നും പറയാനില്ല. നിങ്ങൾ ചെയ്തത് എന്തായാലും വലിയൊരു തെറ്റാ. ഇത്രയും കാലം അത് കുടുംബത്തോട് മറച്ചു വെച്ചില്ലേ? ആദ്യമേ കൊണ്ട് തരുകയാണെങ്കിൽ എന്തെങ്കിലും വഴി ഞങ്ങൾ ഉണ്ടാക്കി നൽകിയാനേ. അതിന് ഇങ്ങനെ കള്ളത്തരങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നോ? എന്തൊക്കെ കള്ളത്തര പറഞ്ഞു പിടിപ്പിച്ചത്? അതുകൊണ്ട് എന്തായാലും എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോന്നുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ ശ്രുതി ആ മുറി നിറങ്ങിയിട്ട് അവളുടെ മുറിയിലേക്ക് പോകുമ്പം ചന്ദ്ര ആ മുറി നിറങ്ങിപ്പോകുന്നത് കാണുകയാണ്. നീ എന്തിനാടി എന്റെ മുറിയിലേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി അകത്ത് കയറി വാതിലടയ്ക്കുന്നുണ്ട്. രേവതി പറയാണ്, അമ്മേ, അവളെ കൂടുതൽ ഇനി വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. ഇന്നലെ അമ്മ അവളെ ഒരുപാട് തല്ലിയില്ലേ? ഇനി അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലേ അമ്മ തൂങ്ങും. അവൾ എന്തു ചെയ്യാനാ? അവൾ ഒന്നും ചെയ്യില്ല. അവക്കേ അതിനുള്ള ഇതൊന്നും ഇല്ല. അവക്ക് എങ്ങനെയെങ്കിലും ആളുകളെ പറ്റി ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ അവളുടെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതെല്ലാം ശ്രുതി അകത്തുനിന്ന് കേൾക്കാണ്. അപ്പോൾ തന്നെ ബാഗ് എടുത്തുകൊണ്ട് ശ്രുതി നേരെ ഇറങ്ങാണ്. നേരെ പോണത് മീരയുടെ വീട്ടിലേക്കാണ്. ഞാൻ എന്റെ അമ്മായിമ്മക്കെതിരെ കേസ് കൊടുക്കാൻ പോവാണ് എന്ന് പറയുന്നുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? അവർക്കെതിരെ കേസ് കൊടുക്കാനോ? അതെ, ഞാൻ കേസ് കൊടുക്കാൻ പോവാ. ഇത് വലിയ പ്രശ്നമാ ശ്രുതി. നിന്നെ പിന്നെ അങ്ങോട്ടേക്ക് കയറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ എന്നെ അങ്ങോട്ടേക്ക് കയറ്റാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ മീര, അല്ലാതെ എന്നെ കയറ്റുമെന്ന് തോന്നില്ല. അത് മാത്രല്ല, ശ്രുതിയെ ഇപ്പോ എന്റെ മുറിയിലേക്ക് പോലും വരാൻ അവർ സമ്മതിക്കുന്നില്ല. ഇന്നലെയും അവൻ ആ ഒരു ഓഫീസിൽ തന്നെ കിടന്നത്. എനിക്ക് ഇന്നലെ ആഹാരം നൽകിയിട്ടില്ല. ആഹാരം കഴിക്കാൻ പോയപ്പോ എന്നോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. രാത്രി ആ രേവതിയാ എനിക്ക് 2 ചപ്പാത്തി കൊണ്ട് തന്നത് എന്ന് പറയുന്നുണ്ട്. അങ്കിളിനോട് സംസാരിച്ചപ്പോ അങ്കിളും ഇതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയി എന്ന് പറയാണ്. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല മീരെ. ഞാൻ അത്രത്തോളം മാനസികമായി 2 ദിവസം കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. ആഹാരം പോലും തരാതെ എന്നെ അവിട്ട് അവർ പീഡിപ്പിക്കുക. അത് മാത്രല്ല, അവരുടെ മോനും കൂടിയാ തെറ്റിയത്. എന്നിട്ട് ശിക്ഷ എനിക്ക് മാത്രം. എന്നെ അവർ എന്തുമാത്രം തല്ലിന്ന് നിനക്ക് കാണണോ എന്ന് പറഞ്ഞുകൊണ്ട് അവള് ഡ്രസ്സ് റിമൂവ് ചെയ്ത് മീരയെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇതെല്ലാം അവരുടെ തല്ലിയതാ. എന്റെ കവളത്തും ദേഹത്തും ഒക്കെ അവരുടെ തല്ലി. ഇത്രയും തല്ല് തല്ലിട്ടും എന്റെ ഭർത്താവോ ആ വീട്ടിലുള്ള ഒരാൾ പോലും തല്ലരുതെന്ന് പറഞ്ഞില്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ ആ വീട്ടിലെ മരുമകളല്ലേ, ഞാനൊരു പെൺകുട്ടിയാണെന്ന് പോലും അവർ കരുതിയില്ല. അത്രത്തോളം ക്രൂരമായിട്ടാ അവരെന്നെ ഉപദ്രവിച്ചത്. മാനസികമായും ശാരീരികമായും അവർ എന്നെ തല്ലി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാൻ പോവാ. നീ വരുന്നുണ്ടോ? ശ്രുതി, ഇത് കൈവിട്ട കളിയാ. ഇനി ഒരിക്കലും നിനക്ക് ചന്ദ്രോഗത്തിലേക്ക് കയറാൻ പറ്റുന്നതാവും. ശ്രുതിയുടെ അമ്മയെ പോലീസ് കൊണ്ട് പിടിപ്പിച്ച് നിന്നെ ശ്രുതി സ്വീകരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയാണ്, എന്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്, അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയും മീരയും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അമ്മായിമ്മ ഇതുപോലെ എന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയാണ്. തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പം ശ്രുതി വനിതാ പോലീസിനെ കൂട്ടി അകത്ത് പോയിട്ട് അടിച്ച പാടുകളെല്ലാം കാണിക്കാണ്. താനും ഭർത്താവും ഇതുപോലെ വീട്ടിലെ പൈസ മറിച്ചു ഒരു ഷോറൂം തുടങ്ങി. അതിന്റെ പേരിലായിരുന്നു വീട്ടില് ഈ ബഹളമൊക്കെ ഉണ്ടായത്. എന്റെ ഭർത്താവും മാറുന്ന് കണ്ടതേ ഉള്ളൂ. എന്റെ അമ്മായിമ്മ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഗാർഹിക പീഡനത്തിന്റെ ശിക്ഷ എന്താണെന്ന് അവരറിയണം. അതുകൊണ്ട് എനിക്ക് അവരുടെ പേരിൽ പരാതിയുണ്ട്, കേസെടുക്കണം എന്ന് പറയാണ്. വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കും. അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യാനാവുള്ളൂ. എന്തായാലും കേസ് ഞങ്ങളെ ചാർജ് ചെയ്യാണ് എന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയെയും മീരയും കൂട്ടിക്കൊണ്ട് പോലീസുകാര് നേരെ ചന്ദ്രത്തിലേക്ക് വരുന്നുണ്ട്.
പോലീസ് വണ്ടി കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടാണ്. രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ ആ കേസൊക്കെ അമ്മ പിൻവലിച്ചതല്ലേ, പിന്നെ എന്താ പോലീസുകാര്? എനിക്കറിയില്ല രേവതി, ഇനി അടുത്ത വള്ളി എന്താണെന്ന് ആർക്കറിയാം എന്ന് പറയാണ്. അപ്പോഴേക്കും പോലീസുകാരിറങ്ങി അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇവിടെ ആരാ ചന്ദ്രമതി എന്ന് ചോദിക്കാണ്. ഞാനാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ എഴുന്നേക്കുന്നുണ്ട്. ആഹാ, നിങ്ങളല്ലേ മരുമോളുടെ അനിയന്റെ പേരിൽ കേസ് കൊടുത്തത്? അതെ സാറേ. എന്നിട്ട് അത് പിൻവലിച്ചില്ലല്ലേ? അതെ, പിൻവലിച്ചു. എന്തുകൊണ്ടാ പിൻവലിച്ചേ? അത് പിന്നെ പാവം പയ്യനല്ലേ, ചെറുപ്പക്കാരനല്ലേ എന്ന് കരുതിയിട്ടാ. അപ്പോഴേക്കും രേവതിയൊക്കെ അവളെ ഒന്ന് നോക്കുകയാണ് രൂക്ഷമായിട്ട്. ആ അത് പോട്ടെ, ഞങ്ങൾക്ക് വേറെ പരാതി കിട്ടി. നിങ്ങളുടെ ഇവിടുത്തെ മൂത്ത മരുമകളെ തല്ലിയെന്നും ഉപദ്രവിച്ചെന്നും ആഹാരം കൊടുക്കാതെ മുറി പൂട്ടിയിടുന്നൊക്കെ പറഞ്ഞ് ഒരു പരാതി കിട്ടി. അയ്യോ, എൻ്റെ മൂത്ത മരുമകളോ ശ്രുതിയോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അവളെ ഞാൻ തല്ലിയിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ മണ്ടൻ ശ്രുതി അവിടുന്ന് വിളിച്ചു പറയാണ്, അമ്മേ, പോലീസുകാര് ഇന്നലത്തെ കാര്യമായിരിക്കും ചോദിക്കുന്നേ. അമ്മ ശ്രുതിനെ കുറെ തല്ലിയില്ലേ? അവളുടെ ശരീരത്തൊക്കെ അടിക്കുകയും അവളെ മുറി പൂട്ടിടുകയും അവൾക്ക് ആഹാരം കൊടുത്തില്ലല്ലോ, ആ കാര്യത്തെ പറ്റി ആയിരിക്കും പോലീസ് ചോദിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര രൂക്ഷമായിട്ട് ശ്രുതി ഒന്ന് നോക്കാണ്. സാറേ, നിങ്ങൾ പറഞ്ഞ ശരിയാ, ഇതൊക്കെ ഇന്നലെ ഇവിടെ സംഭവിച്ചിരുന്നു. എൻ്റെ ഭാര്യ ശ്രുതി, ഞങ്ങള് ഒരു പൈസ വിഷയത്തില് കുറച്ച് ഫ്രോഡ് പണി കാണിച്ചു. അതിന്നലെ അമ്മ അറിഞ്ഞു. അതുകൊണ്ടാ അമ്മ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയാണ്. ഒരു പെൺകുട്ടിക്ക് നേരെ ഗാർഹിക പീഡനം ഉണ്ടായാല് 6 മാസം ജയിൽ ശിക്ഷയാ. അത് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കാണ്. ചന്ദ്ര എപ്പോഴേക്കും, എൻ്റെ പൊന്നു സാറേ, എൻ്റെ മോളെ പോലെ കണ്ട ഞാൻ അങ്ങനെ ചെയ്തത്. അവളോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല. എൻ്റെ മകനും എൻ്റെ മരുമകളും ചേർന്ന് എന്നെ പറ്റിച്ചു. അതിന് ദേഷ്യത്തിന് ഞാനൊരു അടി കൊടുത്തുള്ള സത്യമാണ്. പിന്നെ മുറി പൂട്ടിയിട്ടത് അവൾ തന്നെ അകത്തേറി കുറ്റിയിട്ടതാ. അത് മാത്രമല്ല, ആഹാരം കൊടുത്തില്ലെന്ന് പറഞ്ഞാല് അവക്കെടുത്ത് കഴിക്കാമെന്നല്ലോ ടേബിളിൽ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓഹോ, അപ്പൊ ഈ പരാതിയൊക്കെ സത്യമാണല്ലേ? അപ്പോ നിങ്ങളെ ഞങ്ങള് അറസ്റ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പം വനിതാ പോലീസുകാർ വന്ന് ചന്ദ്രയെ പിടിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് പുറകെ വരികയാണ്. രവീന്ദ്രൻ പറയാണ്, സാറേ, ഞങ്ങൾക്ക് പരാതിയില്ല. ആരാ സാറിന് പരാതി നൽകിയത് എന്ന് ചോദിക്കുമ്പം വേറെ ആരാ, പീഡനത്തിനിരയായ പെൺകുട്ടി തന്നെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ശ്രുതിയെ കണ്ടപാടെ എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട്, ഇതല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകൾ? തല്ലിയ പാടൊക്കെ വനിതാ പോലീസിനെ കാണിച്ചു. അത് മാത്രമല്ല, അവരുടെ മുഖത്തും കവിളത്തും എല്ലാം പാടുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ മകനും അതൊക്കെ സമ്മതിച്ചല്ലോ. നിങ്ങൾ തന്നെ ഈ പെൺകുട്ടീനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി വേറെ തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. ആ പെൺകുട്ടി പറഞ്ഞതെല്ലാം സത്യമാണ്. ഇപ്പോ എത്രയോ വീടുകളില്, ഭദ്ര വീടുകളില് ഓരോ പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നു. അതിനെല്ലാം കാരണം ഇതുപോലുള്ള അമ്മായിമ്മമാരാ. കഴിവുകെട്ട കുറെ ഭർത്താക്കന്മാരും. സ്വന്തം ഭാര്യ തല്ലുമ്പോ താൻ എന്തെടുത്തോണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോ ശ്രുതിക്ക് പറയാൻ വാക്കുകളൊന്നും ഇല്ലാതെ മിണ്ടാ നിൽക്കുന്നുണ്ട്. തന്നെ പോലുള്ള ഓരോ മന്ദബുദ്ധികൾ കാരണ ഓരോ പെൺകുട്ടികളുടെ ജീവിതം നശിക്കുന്നത്. തന്നെയൊക്കെ എന്തിനു കൊള്ളാടോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, സാറേ, ഇവള് കാണിച്ച ഫ്രോഡ് പണി അതുപോലെയാ. ഇദ്ദേഹം എൻ്റെ ഭർത്താവാ. ഇദ്ദേഹത്തിന്റെ ഇത്രയും കാലത്ത് കഷ്ടപ്പാടിന്റെ പൈസയായിരുന്നു 50 ലക്ഷം രൂപ. അത് ഇവൻ കൊണ്ട് കളഞ്ഞു. അത് തിരികെ കിട്ടിയപ്പോ വീട്ടിൽ പറയേണ്ടതിന് പകരം ഇവരത് മറച്ചു വെച്ച് ഇവരുടേതായ ആവശ്യങ്ങൾ നടത്തി. അത് കണ്ടുപിടിച്ച ദേഷ്യത്തിന് ഞാൻ ഉടനെ പൊട്ടിച്ചു. അത് സത്യ. ഇത്രയും കാലം ഞാൻ എൻ്റെ കൈവെള്ളല ഇവളെ കൊണ്ടു നടന്നത്. പെട്ടെന്നുള്ളതിനെ ചതിച്ചപ്പോ എനിക്ക് സഹിക്കാനായില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ കാരണം പറഞ്ഞാലും ഇങ്ങനൊരു പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്കിത് അന്വേഷിക്കാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കയ്യിൽ വിലങ്ങ് വെക്കുന്നുണ്ട്. ശ്രീകാന്ത് സച്ചിയൊക്കെ അമ്മയെന്നും പറഞ്ഞ് വന്ന് വിളിക്കുകയാണ്. പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചന്ദ്രനെ വണ്ടിയിലേക്ക് കയറ്റാൻ കൊണ്ടുപോകുമ്പം, സാറേ, എനിക്ക് പരാതിയില്ല, ഞാൻ പരാതി പിൻവലിക്കാം. പക്ഷേ ഇതിന്റെ പേരിൽ ഇവിടെ എന്നെ ഉപദ്രവിക്കോ, എൻ്റെ ഭർത്താവുമായിട്ട് എന്നെ അകറ്റി നിർത്താനോ, അതുപോലെ തന്നെ എന്നെ കുത്തുവാക്ക് പറയാനോ, ആഹാരം തരാതിരിക്കാനോ, ഇനി അടിക്കാനോ പാടില്ലെന്ന് ഇവരോട് പറയണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറ്റില്ല. നിങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് ജാമ്യം എടുത്തോ, അല്ലാതെ ഇവിടെ വെച്ച് അങ്ങനെ വാക്കുകളൊന്നും പറയാൻ സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ ജീപ്പിൽ കയറ്റാണ്. ഈ സമയത്ത് ശ്രുതി വന്നിട്ട് ശ്രുതിന് പറയുന്നുണ്ട്, നീ എന്ത് പണിയാ കാണിച്ചേ? അത് നമ്മുടെ അമ്മയല്ലേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഓഹോ, നിനക്കപ്പ വേദന ഉണ്ടല്ലേ? അമ്മ എന്നെ അടിച്ചപ്പോഴും എനിക്ക് ആഹാരം തരാതിരുന്നപ്പോഴും നീ ഒരു വാക്ക് മിണ്ടിയില്ലല്ലോ. നീയൊക്കെ ഒരു ഭർത്താവാണോ, ഒരാണാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോ നാണക്കേട് തോന്നുക എന്ന് ശ്രുതി പറയാണ്. അപ്പോഴേക്കും വന്നിട്ട്
സച്ചിയും ശ്രീകാന്തെല്ലാം പറയുന്നുണ്ട്. ശ്രുതി ഈ ചെയ്തത് കുറച്ച് കടന്നുപോയി. അമ്മയെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നത് നീ കണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിന് ചേർന്നാണോ എന്ന് ചോദിക്കാണ്. രവീന്ദ്രൻ പറയാണ്, എങ്കിലും മോളെ ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. അങ്കിളെ, ശ്രുതിയും എന്നെപ്പോലെ തന്നെ തെറ്റ് ചെയ്തു. പക്ഷെ അവന് ശിക്ഷയില്ല. ശിക്ഷ മുഴുവനും എനിക്ക് ആഹാരം നൽകാതെ റൂമിൽ വിട്ട് അതുപോലെ എന്നെ പുറത്താക്കാനൊക്കെ ഇവിടുത്തെ ആന്റി ശ്രമിച്ചില്ലേ? അപ്പോൾ എവിടെ പോയി നിങ്ങളുടെ ഈ വാക്ക് നാക്കുമൊക്കെ? നിങ്ങളുടെ മോനെ മാത്രം നിങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ വന്നു കയറി പെണ്ണായതുകൊണ്ടല്ലേ എന്നെ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയാണ് തീരുമാനം എടുത്തത്. ഇനി എന്നെ ആരെങ്കിലും കുത്തുവാക്ക് പറയോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഗാർഹിക പീഡനത്തിന് ഞാൻ കേസ് കൊടുക്കും. ആന്റി ഒന്ന് അറിഞ്ഞിരിക്കാനാ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. വർഷ പറയാണ്, എങ്കിലും ശ്രുതി ചേച്ചി ഇത് വല്ലാതെ ചെയ്തായിപ്പോയി. നമ്മുടെ കുടുംബമല്ലേ ഇത്. ഇനിയിപ്പോ ആന്റി അങ്ങനെ പുറത്തിറക്കും. ഞാനിപ്പോ തന്നെ പോവാ. ഇത് ആന്റിക്കുള്ള ഒരു സാമ്പിൾ ഡോസാ. ഞാൻ പോയി ആന്റിയെ പുറത്തിറക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീരയുടെ സ്കൂട്ടിയില് മീരയും ശ്രുതിയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ചെല്ലുമ്പം അവിടെ ഒരു ബെഞ്ചില് ഇങ്ങനെ ചന്ദ്ര ഇരുത്തിയിട്ടുണ്ട്. ശ്രുതി പോയിട്ട് ആ കേസ് പിൻവലിക്കാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പം ചന്ദ്ര പറയാണ്, എടി ഒരുമ്പട്ടോളെ, നീ എന്നെ സ്റ്റേഷനിൽ കയറ്റിയല്ലേ? നീ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോണേന്ന് നീ കണ്ടോ? സാറേ, ദേ വീണ്ടും ഇവരുടെ ഭീഷണിപ്പെടുത്തുന്നു. അയ്യോ ഇല്ല സാറേ, ഞാനൊന്നും പറഞ്ഞില്ല. ദേ മിണ്ടാതെ പോയിക്കോണം ഇവിടുന്ന്, അല്ലെങ്കിലേ രണ്ടും ഞങ്ങളുടെ മേടിക്കും, രണ്ടിനെ പിടിച്ച് ലോക്കപ്പ് ഇടും എന്ന് SI പറയുന്നുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ, ഞങ്ങളെ പെൺകുട്ടികൾ പറഞ്ഞാലേ എല്ലാം കേൾക്കും. ഇനി എന്നെ അടിക്കോ എന്നെ ഉപദ്രവിക്കോ എന്നോട് വഴക്കുണ്ടാക്കാൻ വരെ ചെയ്താലേ ഉറപ്പായും ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. അതല്ലെങ്കിൽ നമുക്ക് സ്നേഹത്തോടെ പോകാം, അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയം സച്ചിയും രേവതിയും കൂടി കാറും കൊണ്ട് ചന്ദ്ര വിളിക്കാൻ അങ്ങോട്ടേക്ക് വന്നിട്ടോ. അവരുടെ വണ്ടിയിൽ ചന്ദ്ര കയറി ഇരിക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. മീരെ കൊണ്ടുവന്ന് ശ്രുതിയെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടുന്ന് പോവാണ്. ചന്ദ്രയും സച്ചിയും രേവതിയും വന്ന് ചന്ദ്രവത്തിന്റെ വാതിക്കൽ ഇറങ്ങുന്നുണ്ട്. ശ്രുതിയെ കണ്ടപാടെ ചന്ദ്രയ്ക്ക് നല്ല കലിപ്പാവുന്നുണ്ട്. ആന്റി എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. വേറൊന്നും കൊണ്ടല്ല, എന്റെ മനസ്സ് അത്രയ്ക്കും തകർന്നു പോയതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ആന്റിയുടെ മകനും എന്റെ കൂടെ തെറ്റിയിട്ട് ആന്റിക്ക് ഒന്നും പറയാനില്ല. പക്ഷേ ഞാൻ ചെയ്തത് മാത്രമേ ഉള്ളൂ ആന്റിക്ക് കാണാൻ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ആരെങ്കിലും ഇതിന്റെ പേരിൽ എന്നെ പറയാൻ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ കംപ്ലൈന്റ് കൊടുക്കും എന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറിപ്പോന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന എല്ലാവരും ആകപ്പാടെ ഞെട്ടി നിൽക്കാണ്. അപ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ അവൾ എന്നെ തോപ്പിക്കാന്ന് കരുതണ്ട. ഈ ചന്ദ്ര ആരാന്ന് അവൾ അറിയാൻ പോണേ ഉള്ളൂ. രവീന്ദ്രൻ പറയാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല ചന്ദ്രേ. സ്റ്റേഷനിൽ പോയിരുന്നൊന്നും മതിയായില്ലേ? കൂടുതൽ അഹങ്കരിച്ച പിടിച്ച് ജയിലിലെടുത്തേ ഉള്ളൂ. അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ നോക്ക്. രേവതിയല്ല എല്ലാവരും. എല്ലാം പറഞ്ഞു കേട്ട് മിണ്ടാതിരിക്കാൻ ആ പാവം പെണ്ണെ പോലെ എല്ലാവരും കിട്ടില്ല. അതിനെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും അകത്തേക്ക് കയറിപ്പോവാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് ശ്രുതിയോട് നല്ല ദേഷ്യമാവുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ ഇതെല്ലാം മീരയോട് പറയാണ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്താല് ഇങ്ങനെയൊക്കെ അവരെ വശത്താക്കാൻ കഴിയുമോ എന്ന് മീരയോട് ചോദിക്കുമ്പം മീര പറയുന്നുണ്ട്, വേണ്ട, ഇത് ശരിയാവില്ല. പിന്നീട് ജീവിതകാലം മുഴുവനും ആ തള്ളയ്ക്ക് നിന്നോട് ദേഷ്യമായിരിക്കും. അങ്ങനെ പോലീസിനെ കൊണ്ടൊക്കെ പിടിപ്പിച്ചാൽ പിന്നെ അവസാന നിമിഷം വരെ നിങ്ങളവർ മിണ്ടില്ല. അത് മാത്രമല്ല, നിന്റെ കാര്യങ്ങളെങ്ങാണം അവരറിഞ്ഞാൽ പിന്നെ ആ നിമിഷം തന്നെ നിന്നെ അവർ കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും പോയി അവരുടെ കാൽക്കളി വീണ് കാല് പിടിച്ചോ എന്ന് പറയാണ്. അങ്ങനെ നേരെ ചന്ദ്രലോകത്തിലേക്ക് ശ്രുതി പോകുന്നുണ്ട്. ഇക്കഴിഞ്ഞതെല്ലാം അവൾ മീരയോട് പറഞ്ഞതായിരുന്നു. അങ്ങനെ അവൾ നേരെ ചെന്നിട്ട് ചന്ദ്ര അവളൊരു കസേരയിലിരിക്കായിരിക്കും. കാൽക്കൽ പോയി വീഴുന്നുണ്ട്. ചീ മാറിപ്പോടി എന്ന് പറയുമ്പോഴേക്കും ആന്റിനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ മരിച്ചുപോയ അമ്മയുടെ സ്ഥാനത്താ ഞാൻ ആന്റിയെ കാണുന്നത്. എന്റെ അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്തൊരു സാഹചര്യത്തിലാ ഞാനിവിടെ നിൽക്കുന്നത്. ആന്റി, എനിക്ക് ശ്രുതിയെ അത്രയ്ക്ക് ഇഷ്ടാ. എങ്ങനെയെങ്കിലും മുന്നോട്ട് വരണം. ആന്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. സച്ചിൻ രേവതിയും കൂടി അവൻ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കി. എങ്ങനെയെങ്കിലും ശ്രുതിയെ അവരുടെയൊക്കെ മുമ്പിൽ ഉയർത്തിക്കാട്ടണമെന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യ ആന്റി. എങ്ങനെയെങ്കിലും എന്റെ ശ്രുതിനെ നല്ലതിക്ക് മുമ്പോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. കൊച്ചച്ഛനെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൊച്ചച്ഛൻ എത്രയും പെട്ടെന്ന് ആ പണം 1 കോടി രൂപയാക്കി തിരികെ തരാന്നാ പറഞ്ഞത്. 1 കോടി രൂപയോ? അതെ, 1 കോടി രൂപ ഷോറൂമിനോട് നൽകാന്ന് ചിറ്റപ്പം കൊച്ചച്ഛൻ പറഞ്ഞിട്ടുണ്ട്.
അതിൽ 50 ലക്ഷം രൂപ അങ്കിളിന് കൊടുക്കാനുള്ളതും കൊടുത്തിട്ട് ബാക്കി പണം ഷോറൂമിലേക്ക് ഇറക്കാമെന്ന് കരുതി ഇരിക്കുക ആൻറ്റി. അടുത്ത മാസം തന്നെ ആ പൈസ കിട്ടും എന്ന് പറയുമ്പോൾ ചന്ദ്രയുടെ ദേഷ്യമൊക്കെ മാറുകയാണ്. ആണോ, പൈസ കിട്ടോ? അതെ ആൻറ്റി, 1 കോടി രൂപ കിട്ടും എന്ന് പറയാണ്. എന്നാ ശരി, നീ പോയിക്കോ, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, എന്തുണ്ടെങ്കിലും എന്നോട് ആദ്യം പറയണം എന്ന് പറയുമ്പം ശരി ആൻറ്റി എന്ന് പറയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ചന്ദ്രയെ പറ്റിച്ച് കാര്യങ്ങളെല്ലാം അവൾ സോൾവ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.